പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. പരസ്പരമുള്ള താരിഫുകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കില്ലെന്ന് ട്രംപ്. പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ചകൾ അനുസ്മരിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുഎസിന്റെ പരസ്പരമുള്ള താരിഫുകളിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് താൻ വ്യക്തമാക്കിയതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. താരിഫ് ഘടനയിൽ ആർക്കും തന്നോട് തർക്കിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫെബ്രുവരി 13-ന് വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള പ്രധാനമന്ത്രി മോദിയുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് യുഎസ് പ്രസിഡന്റ് പരസ്പര താരിഫുകൾ പ്രഖ്യാപിച്ചിരുന്നു. യുഎസിൽ നിന്നുള്ള ചില ഇറക്കുമതികൾക്ക് ഇന്ത്യ വളരെ ശക്തമായി തീരുവ ചുമത്തുന്നുണ്ട്. പരസ്പരമുള്ള താരിഫ് സമ്പ്രദായത്തിന് കീഴിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്ന അതേ നിലവാരത്തിലുള്ള താരിഫ് ഇന്ത്യൻ ഇറക്കുമതിക്ക് അമേരിക്കയും ചുമത്തും. ലോകത്തെവിടെയും ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ. താരിഫുകൾ അവർ വളരെ ശക്തരാണ്, ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. സൗദി റെയിൽവേക്ക് റെക്കോർഡ് നേട്ടം. കഴിഞ്ഞ വർഷം യാത്ര ചെയ്തത് 1,30,00,000 ജനങ്ങൾ. സൗദി റെയിൽവേ കഴിഞ്ഞ വർഷം യാത്രക്കാരുടെ എണ്ണത്തിലും ചരക്ക് നീക്കത്തിലും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. 2023 അപേക്ഷിച്ച് യാത്രക്കാരുടെ എണ്ണത്തിൽ 22% വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ റെയിൽവേ ശൃംഖല വഴി 28 ദശലക്ഷം ടണ്ണിന്റെ ചരക്കു ഗതാഗതമാണ് നടന്നത്. ഈ രംഗത്ത് 15% വളർച്ചാ നിരക്ക് കൈവരിച്ചു. ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനുമുള്ള രാജ്യത്തിന്റെ പുതിയ നീക്കം വഴി കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിച്ചു. ഈ വർഷം പ്രവർത്തനക്ഷമമായ പാസഞ്ചർ ട്രെയിൻ ട്രിപ്പുകളുടെ എണ്ണത്തിൽ 35,000 ട്രിപ്പുകളുടെ വർധനയുണ്ടായി. വരും വർഷങ്ങളിലും ട്രെയിൻ ഗതാഗത മേഖലയിൽ നേട്ടം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് സൗദി കാഴ്ചവെക്കുന്നത്. 2035 വരെയുള്ള സ്ട്രാറ്റജി അനുസരിച്ചാണ് റെയിൽവേ കമ്പനി പ്രവർത്തിക്കുന്നത്. 10 പുതിയ പാസഞ്ചർ ട്രെയിനുകൾ വാങ്ങാനുള്ള കരാർ ഒപ്പിട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ തുടരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. യുഎഇയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വൻകുറവ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വിലക്കുറവ് ഉപകാരപ്രദമായി. ദിർഹത്തിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ചയാണ് വിലക്കുറവിന് കാരണമായത്. നവംബർ ആദ്യത്തിനും ഈ മാസം ആദ്യവാരത്തിനുമിടയിൽ ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഏകദേശം 4% ഇടിഞ്ഞു. യുഎഇ ആസ്ഥാനമായുള്ള ഇന്ത്യൻ പ്രവാസികൾ ഈ ഇടിവിൽ നിന്ന് പൂർണ്ണമായി പ്രയോജനം നേടി. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വില വെറും 8 മാസം മുമ്പത്തെ ചില്ലറ വിൽപ്പന വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം കാണിക്കുന്നതായി ഷോപ്പർമാർ പറയുന്നു. അരിവില അതിന്റെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 20% കുറഞ്ഞു. പഞ്ചസാര വിലയിൽ 15% കുറവ് രേഖപ്പെടുത്തി. ഭക്ഷണവില കഴിഞ്ഞ 4-5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലല്ലെങ്കിലും അവ തീർച്ചയായും കൂടുതൽ അനുകൂലമായി മാറി. കഴിഞ്ഞ 4 മാസത്തിനിടെ ഒന്നിലധികം തവണ താഴ്ന്ന നിലവാരത്തിലെത്തിയ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയാണ് ഒരു പ്രധാന ഘടകം. ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സീറോ ചരക്ക് ചാർജുകൾ ഉപഭോക്താക്കൾക്കും ചില്ലറ വ്യാപാരികൾക്കും നേട്ടം നൽകി. സമീപ മാസങ്ങളിൽ ഗോതമ്പൊഴികെയുള്ള ചരക്ക് കയറ്റുമതിയിൽ ഭൂരിഭാഗത്തിനുമുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യ പിൻവലിച്ചു. ഗോതമ്പ് ഇറക്കുമതിയും ഇന്ത്യ അനുവദിക്കുമെന്നാണ് യുഎഇ വിപണി വിദഗ്ധരുടെ പ്രതീക്ഷ. 2022 ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി നിരോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഉപയോക്തൃ വിപണികളിലൊന്നായിരുന്നു യുഎഇ. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. സൗദിയിൽ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ പുനഃസ്ഥാപിച്ചു. ഒരേ സന്ദർശന വിസയിൽ ഒന്നിലധികം തവണ വരാൻ അനുവദിക്കുന്ന വിസയുടെ നിയന്ത്രണം നീക്കുന്നതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമാവും. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ പോർട്ടലിലാണ് ഇന്നലെയോടെ മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കുള്ള ഓപ്ഷൻ വീണ്ടും എത്തിയത്. അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജനുവരി 31-നാണ് മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ സൗദി നിർത്തലാക്കിയത്. എന്നാൽ ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല. ഹജ്ജ് സീസണോടനുബന്ധിച്ചാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ജോർഡാൻ എന്നിവ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയാതെ കുരുക്കിലായത്. സന്ദർശന വിസയ്ക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം, ബിസിനസ് വിസകളും നിർത്തിവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. തീർത്ഥാടകർക്കുള്ള നുസൂക്ക് ആപ്പിൽ പുതിയ സേവനങ്ങൾ അവതരിപ്പിച്ചു. തീർത്ഥാടകർക്കുള്ള സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. തസ്ബീഹ് സേവനം, ദൈനംദിന പ്രാർത്ഥനകൾക്കുള്ള ഹിസ്നുൽ മുസ്ലിം ഗൈഡ്, ഹറമൈൻ ഖുർആൻ പാരായണങ്ങൾ എന്നിവ പുതിയ അപ്ഡേറ്റുകൾ ഉൾപ്പെടുന്നു. ആരോഗ്യ വിവരങ്ങളും സേവനങ്ങളും ആപ്പിലൂടെ നൽകുന്നു. ഉംറ തീർത്ഥാടകർക്കും സന്ദർശകർക്കും ഇലക്ട്രോണിക് രീതിയിൽ വിവിധ സേവനദാതാക്കൾക്ക് അവരുടെ ഓഫറുകളും പ്രദർശിപ്പിക്കാം. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് 10 ഭാഷകളിലായി നുസൂക്ക് ആപ്പ് സേവനം ലഭ്യമാണ്. 25 സർക്കാർ സ്ഥാപനങ്ങളുമായും 10 ബിസിനസ് മേഖലാ സ്ഥാപനങ്ങളുമായും ആപ്പ് ബന്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി.